2001 ബി.ജെ.പി. നേതൃത്വത്തിൽ എൻ.ഡി.എ സർക്കാർ കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്തെ സ്പെക്ട്രം വിതരണ നയമനുസരിച്ചും അതേ നിരക്കനുസരിച്ചുമാണ് 2008-ൽ താൻ 2G സ്പെക്ട്രം വിതരണം നടത്തിയതെന്ന മുൻ ടെലികോം മന്ത്രി എ രാജയുടെ രാജിക്ക് മുൻപുള്ള ആവർത്തിച്ചുള്ള വാക്കുകൾ സുപ്രീംകോടതി ഇപ്പോൾ മുഖവിലേക്കെടുത്തതായി കരുതാം. 2001 മുതലുള്ള സ്പെക്ട്രം ഇടപാടുകൾ CBI അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കഴിഞ്ഞതോടെ ബി.ജെ.പിക്കും സമ്മർദ്ദം ഏറിയിരിക്കുകയാണ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം ലൈസൻസ് നൽകുകയെന്ന 2001-ലെ സ്പെക്ട്രം നയമാണ് എ രാജ 2008-ൽ പിന്തുടർന്നതെന്ന് CAG റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. 2001-ലെ നിരക്കിൽ വിതരണം നടന്നതിലൂടെ 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടം 2G സ്പെക്ട്രം ഇടപാടിലൂടെ സർക്കാർ ഖജനാവിന് ഉണ്ടായതായും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇതേ തുടർന്നാണ് നവംബർ 14-ന് രാജ രാജിവെച്ചത്. രാജയുടെ രാജിക്ക് ശേഷവും 2G സ്പെക്ട്രം ഇടപാട് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്ന ബി.ജെ.പിയെ സുപ്രീംകോടതി ഉത്തരവ് ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതേസമയം 2G സ്പെക്ട്രം അഴിമതി സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കി ഫെബ്രുവരി അവസാനം സമഗ്ര റിപ്പോർട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിക്കുമെന്ന് CBIയും വ്യക്തമാക്കി. സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കുമെന്നും CBIയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസുമാരായ GS സിംഗ്വി, AK ഗാംഗുലി എന്നിവരടങ്ങിയ ബെഞ്ചാണ് 2G സ്പെക്ട്രം കേസിൽ വാദം കേട്ടത്. 2001-ലെ നിരക്കിൽ കമ്പനികൾക്ക് സ്പെക്ട്രം വിതരണം ചെയ്തതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ സുപ്രീംകോടതി ടെലികോം കമ്പനികൾക്ക് പൊതുമേഖലാ ബാങ്കുകൾ 2500 കോടി രൂപ വായ്പ നൽകിയെന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി. ഇത് അന്വേഷണ പരിധിയിൽ ഉൾക്കൊള്ളിച്ച് ക്രമക്കേടുകളെക്കുറിച്ച് ജനുവരിക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു. 2G സ്പെക്ട്രം ഇടപാടിൽ രാജിവെച്ച മുൻ ടെലികോം മന്ത്രി എ രാജയുടേത് മാത്രമല്ല, കൂടുതൽ പേരുകളും ഉയർന്നുവരാനുള്ള സാധ്യത ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് സുപ്രീംകോടതിയുടെ ഇടപെടലുകൾ. CBI കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കണമെന്ന നിർദ്ദേശം നൽകിയതിനു പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കൃത്യമായ കണക്ക് വിവരങ്ങൾ CBI റിപ്പോർട്ടിനൊപ്പം തന്നെ പരിഗണിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നതോടെ വരും ദിനങ്ങളിൽ സുപ്രീംകോടതിയുടെ പരാമർശങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിലെ ചൂടുള്ള ചർച്ചകൾക്ക് പാത്രമാകുമെന്നതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ രാംദാസിനൊപ്പം സുജയ പാർവതി, ജീവൻ ന്യൂസ്.